www.hubburrasool.net. സക്കാത്ത് എവിടെയാണ് കൊടുക്കേണ്ടത് എന്നതാണ്. സക്കാത്ത് എവിടെയാണ് കൊടുക്കേണ്ടത്? ഒരു വ്യക്തിയുടെ സക്കാത്ത് ശാരീരികമായ ടാക്സ് ഇസ്ലാം ചുമത്തിയിട്ടുണ്ടല്ലോ. ഒരു വർഷം ഒരു വർഷത്തിലൊരിക്കൽ ആൾ കൊടുക്കേണ്ടതാണ് ശരീരത്തിന്റെ സക്കാത്ത്. അത് സക്കാത്തുൽ ഫിത്ർ. അയാൾ എവിടെയാണോ ഉള്ളത് അവിടെ കൊടുക്കണം. ഉപ്പ ഉള്ളത് സൗദിയിലാണ്. അയാളുടെ കുട്ടിയിരിക്കുന്നത് കേരളത്തിലാണ്. കുട്ടിയുടെ സക്കാത്ത് കേരളത്തിൽ, ഉപ്പായുടെ സക്കാത്ത് അവിടെ സൗദിയിൽ. ഭർത്താവ് UAE-യിലാണ്, ഭാര്യ കേരളത്തിലാണ്. എന്നാ ഭാര്യയുടെ സക്കാത്ത് കേരളത്തിലും ഭർത്താവിന്റെ UAE-യിലും കൊടുത്തുകൊള്ളണം. സമ്പത്തിന്റെ സക്കാത്തോ ലൗകാലിൽ മാലി ബി ബലദിൻ വൽ മാലികു ബി ബലദ് ഫൽയഅ്തിബാറു ബി ബലദിൽ മാൽ. സമ്പത്ത് ഒരു നാട്ടിലും ഉടമസ്ഥൻ വേറൊരു നാട്ടിലുമാണെങ്കിൽ സമ്പത്ത് എവിടെയാണോ ആ നാടാണ് പരിഗണനീയം. സമ്പത്തുള്ള നാട് തന്റെ വ്യാപാരം, തന്റെ വ്യവസായം, തന്റെ സമ്പത്ത്, തന്റെ കൃഷി, തന്റെ കന്നുകാലികൾ, തന്റെ നിക്ഷേപം എവിടെയാണോ ഉള്ളത് അവിടെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. കാരണം എന്തുകൊണ്ടെന്നാൽ സക്കാത്ത് നിർബന്ധമാകാൻ ഇവിടെ നിദാനമായിട്ടുള്ളത് ഈ സമ്പത്താണ്. അതുകൊണ്ട് ആ സമ്പത്തിന്റെ അയൽക്കാരാണ് അതിന്റെ അവകാശികൾ. അവകാശികളുടെ ആ പ്രതീക്ഷ അതിലേക്ക് അവിടെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. പരിസര നിവാസികൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിലൊരു വ്യാപാരമുണ്ട്, ഒരു വ്യവസായ സ്ഥാപനമുണ്ട്, അല്ലെങ്കിൽ കൃഷിയുണ്ട്, കന്നുകാലികളുണ്ട്. അതുകൊണ്ട് നമുക്കതിന്റെ ഗുണം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ആ പരിസര നിവാസികൾക്കുണ്ട്. അതുകൊണ്ട് അവരെ വഞ്ചിച്ചുകൊണ്ട് ആ പരിസരത്തുള്ള ആളുകൾക്ക് നൽകാതെ അവരുടെ അവകാശമായ സക്കാത്ത് മറ്റിടങ്ങളിലേക്ക് നക്കൽ ചെയ്യാൻ പാടില്ല. അപ്പം എവിടെയാണോ കൃഷി നടക്കുന്നത്, ആ കൃഷി ഉൽപ്പന്നം ലഭ്യമാകുന്നത് ഏതൊരു നാട്ടിലാണോ ആ നാട്ടിലെ പാവങ്ങളായ ആളുകൾക്കാണ് അതിന്റെ 10% കൊടുക്കേണ്ടത്. ഏതൊരു നാട്ടിൽ വെച്ചുകൊണ്ടാണോ കച്ചവടച്ചരക്കുകൾക്ക് വർഷം തികയുന്നത്, കന്നുകാലികൾക്ക് വർഷം തികയുന്നത്, അതുപോലെ തന്നെ നമ്മുടെ നാണയങ്ങൾക്ക് വർഷം തികയുന്നത് ഏതൊരു നാട്ടിൽ വെച്ചുകൊണ്ടാണോ ആ നാട്ടിലെ പാവങ്ങളായ ആളുകൾക്കാണ് അതിന്റെ അവകാശമായ സക്കാത്ത് കൊടുക്കേണ്ടത്. കാരണം ഒരു നാട്ടിൽ ശൂന്യമായ ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ടാണ് വർഷം തികയുന്നതെങ്കിലോ എവിടെ വെച്ച് സമ്പത്തിന് വർഷം തികയുന്നു അവിടെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അതിന്റെ ഗുണഭോക്താക്കൾ, ആ സക്കാത്തിന്റെ ഗുണഭോക്താക്കൾ ആരായിരിക്കണം? അതിന്റെ പരിസര നിവാസികളായിരിക്കണം. ആ സമ്പത്തിന്റെ സംരക്ഷകരാകേണ്ടവർ, അതിന്റെ സംരക്ഷകരും അതിന്റെ ഗുണകാംക്ഷികളുമാകേണ്ടവർ ആ നാട്ടുകാരെയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ സക്കാത്ത് വിഹിതം ആ നാട്ടുകാർക്ക് കൊടുക്കണം. ഒരു നാട്ടിൽ, ഒരു പ്രദേശത്ത്, ഒരു കുഗ്രാമത്തിൽ, അല്ലെങ്കിൽ ഒരു മലഞ്ചെരിവിൽ, ഒരു ശൂന്യമായ മരുഭൂമിയിലാണ് നമ്മുടെ സമ്പത്തുള്ളതെങ്കിൽ, ഉദാഹരണമായിട്ട് നാൽക്കാലികളെ ഇടയൻ മേച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശൂന്യമായ സ്ഥലത്ത്, അവിടെ മനുഷ്യനിവാസമില്ലാത്ത ഒരു മരുപ്പച്ചയുള്ള മരുഭൂമിയിലാണ് അവിടെ ആട്ടിനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ വെച്ച് വർഷം തികഞ്ഞു, സക്കാത്ത് ഇവിടെ കൊടുക്കണം. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങയുടെ വിശ്വവിഖ്യാതമായ റൗള എന്ന ഗ്രന്ഥത്തിൽ മഹാനവറുകൾ 324-ാമത്തെ പേജിൽ പറയുന്നു, അങ്ങനെയുള്ളൊരു ശൂന്യമായ പ്രദേശത്താണ് വർഷം തികയുമ്പോൾ സമ്പത്തുള്ളതെങ്കിൽ ആ സ്ഥലത്തോട് ഏറ്റവും അടുത്ത നാട്, ജനവാസമുള്ള നാട് ഏതാണെന്ന് നോക്കണം. അടുത്ത നാട്ടുകാർക്കാണ് അതിന്റെ അവകാശം, അവർക്ക് കൊടുത്തുകൊള്ളണം. എന്നാൽ ഒരാൾ അങ്ങനെ ഒരു കച്ചവടക്കാരൻ അയാൾ നടന്ന് കച്ചവടം ചെയ്യുകയാണ്, സ്ഥിരമായി നിൽക്കുന്ന ആളല്ല. മുസാഫിറ, യാത്ര ചെയ്തുകൊണ്ട് കച്ചവടം ചെയ്യുന്നു. അയാൾ പ്രൊഡക്റ്റുകൾ വാങ്ങുന്നു, കച്ചവട ചരക്കുകൾ വാങ്ങുന്നു, പലയിടത്തും വിതരണം ചെയ്ത് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ എവിടെ വെച്ച് കൊല്ലം പൂർണ്ണമാകുന്നു അവിടെ സക്കാത്ത് കൊടുത്തുകൊള്ളണം. അയാൾ കച്ചവടം തുടങ്ങിയ ഡേറ്റ് വെച്ചുകൊണ്ട് അത് എവിടെ വെച്ച് വർഷം പൂർത്തിയാകുന്നുവോ അവിടെ വെച്ച് കൊടുത്തുകൊള്ളണം. ഇതാണ് സക്കാത്തിന്റെ നിയമമുള്ളത്. അപ്പൊ അതുകൊണ്ട്
സക്കാത്ത് കൊടുക്കുമ്പോൾ ഒരു നാട്ടിൽ കൊടുക്കണമെന്ന് പറഞ്ഞുവല്ലോ, നാട്ടിലെ സ്ഥിരവാസക്കാരായ ആൾക്കാർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നുണ്ടോ? അല്ല, അവിടെ താൽക്കാലിക നിവാസികളുണ്ടാകും, വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ ജോലിക്ക് വേണ്ടിയോ വന്നവരുണ്ട്. ഉദാഹരണമായി നമ്മൾ അറബ് നാടുകളിൽ, ഗൾഫ് രാജ്യങ്ങളിൽ ഉപജീവനാർത്ഥം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ തൊഴിലാളികളായ ആളുകളുണ്ട്. അവർ പല നാട്ടുകാരോട്, വിശേഷിച്ച് നമ്മുടെ കേരളക്കാർ ധാരാളമുണ്ട്. അവർക്ക് അവിടുത്തെ സക്കാത്ത് വാങ്ങാവുന്നതാണ്. യജൂസു തഫ്വീലുൽ മുസ്തഹിഖീൻ, അവകാശികൾക്കൊക്കെ സക്കാത്ത് കൊടുക്കാം. മിനൽ മുഖീമീന ബിൽ ബലദി, അവർ നാട്ടിൽ താൽക്കാലികമായി നിവസിക്കുന്നവരാകട്ടെ, ജോലിക്ക് വേണ്ടിയോ പഠനത്തിന് വേണ്ടിയോ വന്ന് താമസിക്കുന്നവരായിരിക്കട്ടെ, ഉൽ ഖുറമാ അല്ലെങ്കിൽ വിദേശികളായിരിക്കട്ടെ, യാത്രക്കാരായിരിക്കട്ടെ, യാത്രാമധ്യ അവിടെ എത്തിപ്പെട്ടതാണ്, ഫക്കീറാണ്, മിസ്കീനാണ്, അല്ലെങ്കിൽ ഇബ്നു സബീൽ എന്ന വകുപ്പില് അവൾ സക്കാത്തിന്റെ അവകാശിയാണ്, എന്നാ സക്കാത്ത് വാങ്ങാവുന്നതാണ്. അവിടെ സ്ഥിരതാമസക്കാർക്ക് മാത്രമേ കൊടുത്തുകൂടൂ എന്നില്ല. വലാകിന്നൽ മുസ്തൗതിനൂന അഫ്ളൽ, വലാകിനിൽ മുസ്തൗതിനൂന അഫ്ളൽ, പക്ഷേ സ്ഥിരനിവാസികൾക്ക് കൊടുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. ഏതൊരു നാട്ടിലെയും സക്കാത്ത് അവിടുത്തെ സ്വന്തം നാട്ടുകാരായ സ്ഥിരവാസികളായ ആളുകൾക്ക് അവരാണ് കൂടുതൽ ആവശ്യക്കാരെങ്കിൽ അവർക്ക് കൊടുക്കലാണ് ഉത്തമം. ലിഅന്നഹും ജീറാനുഹു, എന്തുകൊണ്ട്? ആ സമ്പത്തിന്റെ അയൽക്കാർ അവരാണ് എന്നതുകൊണ്ട്. അതുകൊണ്ട് ഒരു സമ്പത്തിന്റെ അയൽപക്കം എന്ന് പറയുന്ന അവകാശം വലിയ അവകാശമാകുന്നു. അതുകൊണ്ടാണ് സക്കാത്ത് കൊടുക്കുമ്പോൾ അയൽവാസികളെ പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണിത്. സക്കാത്ത് എവിടെ കൊടുക്കണം? വിരൽ തുമ്പുകൾ നഗ്നതയുടെ കഥ പറയുമ്പോൾ, കർണപുടങ്ങൾ മ്യൂസിക്കിൽ ലയിക്കുമ്പോൾ, ചികഞ്ഞ ചിത്രങ്ങൾ ഇക്കിളിപ്പെടുത്തുമ്പോൾ, ആത്മീയ വീഥിയിലൂടെ വഴി നടത്താൻ വെബ്സൈറ്റ് യുഗത്തിലേക്കൊരു പുത്തൻ കാൽവെപ്പ്